ഹലോ. നമ്മളിപ്പോൾ നാട്ടിൽ കുറേ നമ്മുടെ ശബരിമല സ്വർണ്ണത്തെ പറ്റിയൊക്കെ കുറേ ചർച്ചകളൊക്കെ വിഷയങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ അമ്മ രാവിലെ എല്ലാ ശനിയാഴ്ചയും രാവിലെ നമ്മളൊരു 7 മണിയാകുമ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകും. അന്ന് നമുക്ക് വേറെ വോയിസ് ഇല്ല, നമ്മളെന്തായാലും അമ്മയുടെ കൂടെ പോകും. അങ്ങനെ ഒരു പ്രാവശ്യം പോയി ഒരു ദിവസം പറഞ്ഞു നമുക്ക് ഒരു ഊട്ടിന് പോകാം, പ്രസാദ് ഊട്ടിന്, വേറൊരു അമ്പലം, അതും വീണ്ടും അടുത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയായപ്പോൾ പ്രസാദ് ഊട്ടിന് പോവാം. പ്രസാദ് ഊട്ട് ചെന്ന് കഴിയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഇങ്ങനെ ആലിൻ്റെ ചോട്ടിൽ നിൽക്കുക. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്നു ആലിൻ്റെ ചുറ്റും ഇല ഇട്ടു. അതായത് അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല, മണ്ണിൽ നമ്മൾ ഇരിക്കുവാണ്. മണ്ണിലിരുന്നു ഇലയിട്ടു, ചോറ് വിളമ്പി, ചോറെന്ന് വെച്ചാൽ പടച്ചോറാണ്, വിളമ്പി സാമ്പാർ ഒഴിക്കുകയാണ്. സാമ്പാർ എന്ന് പറഞ്ഞാണ് ഒഴിക്കുന്നത്. പക്ഷേ സാമ്പാർ ഒഴിക്കുന്നത് നമ്മൾ ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ ആളുടെ ഇലയിൽ പോയിട്ട് വേണം നമ്മുടെ സാമ്പാർ തപ്പിപ്പിടിക്കാൻ. അപ്പം ഞാൻ അമ്മടുത്ത് ചോദിച്ചു, ഇതെന്താ അപ്പം ഇങ്ങനെ, നമ്മുടെ വീട്ടിൽ സാമ്പാർ ഇങ്ങനെയല്ല. അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാം. അപ്പം അമ്മ പറഞ്ഞു ഭഗവാന്റെ ചോറാണ്. അപ്പം നമ്മൾ ഈ ഭഗവാന്റെ ചോറ് കഴിക്കാൻ പോകുമ്പോൾ എന്താ നമ്മുടെ വിചാരം, നല്ല ഹൈ ക്വാളിറ്റി സംഭവങ്ങളായിരിക്കുന്നല്ലേ. ഭഗവാന്റെ ചോറാണ്, നമ്മൾ അതിനെ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പം ഞാൻ അമ്മോട് പിന്നെ ചോദിച്ചു, അല്ല എന്നാലും എന്താ ഈ സാമ്പാർ ഇങ്ങനെ, ഭഗവാൻ ഇങ്ങനത്തെ വൃത്തിയായിട്ട് സാമ്പാറാണോ കഴിക്കുന്നത്? അപ്പം അമ്മ പറഞ്ഞു, അല്ല അത് അകത്ത് ബ്രാഹ്മണർ ആ അമ്പലത്തിനോട് ചേർന്ന ആൾക്കാർ കഴിച്ചതിൻ്റെ ബാക്കിയാണ് നമുക്ക് തരുന്നത്. അപ്പം ചിലപ്പോൾ ഇപ്പോൾ സാമ്പാർ കുറഞ്ഞുണ്ടാവും, അപ്പോൾ അവർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അന്ന് എനിക്കത് ഭയങ്കര ഷോക്കായി. അപ്പം ഞാനിങ്ങനെ ചോദിക്കാം, അതെന്താ അവർ കഴിച്ചതിൻ്റെ ബാക്കി നമുക്ക്, എന്തിനാണ് അങ്ങനത്തെ വേർതിരിവ്, എന്തിനാണ്? അന്ന് എനിക്ക് ഈ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന വേർതിരിവ് അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടറിഞ്ഞു. അതായത് ഇങ്ങനൊരു സംഭവത്തോടു കൂടി ചിലർക്ക് വേറെ വലിയ വലിയ സംഭവങ്ങളുണ്ടായി പരിചയം ഉണ്ടാവും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പം എൻ്റെ അമ്മ എനിക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എൻ്റെ അമ്മ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്വർണ്ണത്തിൻ്റെ ഉരുപ്പിടി ഉണ്ടെന്ന് വെച്ചാൽ അത് പണയം വെച്ച് അമ്പലത്തിൽ നേർച്ചയ്ക്ക് അല്ലെങ്കിൽ വഴിപാടിന് കൊടുക്കും. ഞാൻ വിചാരിക്കും, നമ്മളെപ്പോഴാണ് പൈസ കൊടുത്തൊരു സാധനം മേടിക്കുക? നമ്മളൊരു കടയിൽ ചെന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്തുനിന്നോ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളുടെ അടുത്തുനിന്നോ ആണ് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുക. ദൈവം എന്തിനാണ് ഈ പൈസ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാതിരിക്കുന്നത്? അപ്പോൾ അത് ദൈവമല്ല ചെയ്യുന്നത്, അതായത് ദൈവത്തിൻ്റെ കർമ്മികളാണ്, അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് അത് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഒരു വിചാരം, അതായത് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാക്കിയെടുത്തേക്കാണ് കൂടുതൽ പൈസ കൊടുത്താൽ കൂടുതൽ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ക്യൂ നിന്ന് തൊഴുവാം, 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അടുത്ത് നിന്ന് തൊഴുവാം. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടുതൽ പ്രീതി കിട്ടുമെന്ന്. ഇത് സത്യം പറഞ്ഞ കച്ചവടമല്ലേ? നമ്മൾ ഓരോരുത്തരുമാണ് ഈ കള്ളന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളങ്ങ് കള്ളന്മാരോട് പറയണേ, ഇതായിരിക്കുന്നു പൈസ, നിങ്ങൾ അങ്ങ് എടുത്തുകൊണ്ട് വെക്കുമോ. കാരണം നമ്മളാരും ദൈവത്തിന് കൊടുത്തതിനെ പറ്റി ആരോടും പറയാനോ പാടില്ലല്ലോ. സോ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്, അല്ലേ?